ഇത്രയും കഷ്ടപ്പെട്ട് വന്ന് ഞാൻ ചെയ്തെന്ത് തെറ്റെന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ ആ പിള്ളേരെ കളിക്കുന്ന അതിൽ കയറി ഇരുന്ന് ഊഞ്ഞാലൊന്നാടി, അതൊന്ന് പൊട്ടിപ്പോയി. ഞാൻ അറിഞ്ഞോ ഇത് സംഭവം ഒന്നും കയറിക്കൂടാന്ന്. എന്നാ നോക്കിയോ ഇന്ന് നടത്തുന്നത് കാണണമല്ലോ. അവനെ വേറെ വെച്ചിട്ട് അവിടുന്ന് പോത്തോളൂ, നോക്കിക്കോ. സാറേ പറഞ്ഞോളാ കാര്യം എന്താ സാറേ? ഞാനെന്ത് ചെയ്തില്ല സാറേ? ഞാൻ ഇതൊരു പാർക്കായി പോയി, പാർക്കിന്റെ മാനേജർ ആയതുകൊണ്ട് ഞാൻ മാന്യമായിട്ട് പറയുന്നു, നീ ഇവിടുന്ന് പൊക്കോ, നിന്റെ ജോലി നിന്ന് ഒഴിവാക്കുക. നീ എന്തൊക്കെ കോലാഹലാണ് ഇവിടെ കാണിച്ചു വെച്ചേക്കണം. തമാശ കളിക്കല്ലേ? ഞാൻ എങ്ങനെ അന്നേ എന്നോട് MD പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെ നോക്കണം, അലമ്പാണ്, അവനെ പിടിച്ച് പുറത്താക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കാലേ കയ്യെ പിടിച്ചാൽ നിനക്ക് ഇവിടെ ഞാൻ ജോലിയാക്കി. നീ എന്തൊക്കെ കാണിക്കണം? പൂന്തോട്ടത്തിലെ പൂ മൊത്തം പറിച്ചിട്ട് നീ എവിടെ ആണെന്ന് പറഞ്ഞിട്ട് കവലെ കൊണ്ട് പോയി വിൽപ്പനല്ലടാ നീ ഇവിടെ പുല്ലൊക്കെ അതുപോലെ. നീ ഇതെന്താ ചെയ്തേ? തൊട്ടിലിന്റെ ബെൽറ്റ് മുറിച്ച് കളിയാ? എന്തൊക്കെ കളിക്കണേ? ഇവിടെ പോപ്കോൺ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യന്റെ കയ്യിൽ പോപ്കോൺ എടുത്ത് ഓടി ഓർമ്മയുണ്ടോ നിനക്ക്? അത് പിന്നെ ഞാൻ ഒരു രസത്തിന് വേണ്ടി ചെറുക്കണ്ട കളിക്കല്ലേ? നീ ഇവിടുത്തെ സെക്യൂരിറ്റി അല്ലേ? നീ ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളെ. സാറേ അത് വേറെ സംഭവം. ഞാൻ ഉദ്ദേശം പറയാം, ഞാൻ ഉദ്ദേശം പറയാം, ആൾക്കാർ വരുമ്പോ അവരിവിടെ മിങ്കിളായിരിക്കുന്ന സെക്യൂരിറ്റി. അപ്പൊ അവർ നീ അധികം മിങ്കിളാവാണ്ട് നിൽക്കുന്ന. നീ ഇപ്പൊ ലാസ്റ്റ് ചെയ്ത വേല എന്താ? എന്ത് വേലയാണോ നീ ചെയ്തത്? എന്ത് വേല? നമ്മളൊരു വാട്ടർ ഡാൻസ് ഉണ്ടാക്കിയില്ലേ, അവിടെ നീ എന്ത് വേല ചെയ്തത്? വാട്ടർ ഡാൻസ്? അതൊന്നും എനിക്കത് വല്ല പുല്ലറിയാതെ ഡാൻസോ മറ്റോ ഇതൊക്കെയാന്ന്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ വെള്ളം ഇങ്ങനെ മേപ്പോട്ട് പോകുന്നു, അപ്പൊ ആൾക്കാരൊന്ന് കൈയടിക്കുന്നു, കുറച്ചുപേര് ഫോട്ടോ എടുക്കുന്നു. ഒരു അപകടം നടക്കുമ്പോ അങ്ങനെയാണല്ലോ, നാട്ടിൽ ഫോട്ടോ എടുപ്പാന്നല്ലേ, കാര്യമായിട്ട് ആരും ചെയ്തില്ലല്ലോ. എന്ത് ചെയ്തു? ഞാൻ പോയി എന്റെ സൊല്യൂഷൻ പശയെ വാങ്ങിച്ചോണ്ടെന്ന്. എന്നെ എത്ര ചിലവായി സാർ അറിയോ? എന്നെ എത്ര ചിലവായെന്നറിയോ? ഞാൻ പശയെ വാങ്ങിച്ചോ വന്ന് അത് ഒട്ടിച്ച് വെള്ളം ഇപ്പം കൂളായി, വെള്ളം ഒന്നുമില്ല, ഇതുമില്ല. ജലം മത്സ്യപ്പെടുത്താൻ പറ്റുമോ? ജലം അമൂല്യല്ലേ? ജലം അമൂല്യല്ല. 65,000 രൂപ കൊടുത്തുണ്ടാക്കിയ വാട്ടർ ഡാൻസ് ആണ്. അതാണ് ഇപ്പൊ നശിപ്പിച്ചത്. അത് അവിടെ എഴുതി വെക്കണം, എനിക്കറിയാമല്ലോ. ദിനേശ, ഇത് നടക്കത്തില്ല, ഇത് നടക്കത്തില്ല. നിന്നെ ഇവിടെ വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ പൊക്കോ. എത്ര പൈസ ബാലൻസ് ഉണ്ടെന്ന് വെച്ചാൽ അവിടെ വാങ്ങിച്ചു, ഓഫീസിൽ നിന്ന് വാങ്ങിച്ചിട്ട് പൊക്കോ. ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, പൊക്കോ. അങ്ങനെ പറയില്ല ദിനേശ. ഞാൻ ഒരു കാര്യം ഇനി ജോലി ദിനേശ പോ ദിനേശ, മാറിയേക്ക്. ഞാൻ എന്താ ചെയ്യിക്കോളൂ. ഞാൻ ഇവിടുത്തെ കാര്യമായിട്ട് അതെ, എനിക്ക് യൂണിയന് കാര്യങ്ങളുണ്ട്. ഞാനിവിടെ എന്നെ കൊണ്ടാവുന്നില്ല. യൂണിയൻ എന്താ ചെയ്യുന്നു? ഞാനിവിടെ ഞാൻ വൈകുന്നേരം പ്രോഗ്രാമാണ്. ഞാൻ ഇവിടെ കൊളാക്കിട്ട് ഞാൻ പോകും. എന്ത് കൊളാക്കണം? നീ മൊത്തം കൊളാക്കിയിട്ടാണല്ലോ പോണേ. അത് പിടിച്ചു കൊടുത്തേക്ക്. ആരെ? എല്ലാരും കൊടുത്തില്ല. പിടിക്കാൻ ദിനേശ പോ. കാണാം നമുക്ക്. ഭ്രാന്ത് പിടിച്ച പോലെ ഞാൻ ചെയ്തോളാം. ഓരോരുത്തരും ജോലിയും കൊടുത്തിട്ട്, ഒരു ദിനേശൻ എന്ന് പറഞ്ഞു അവന് ജോലിയും കൊടുത്തു. അവൻ എന്തായാലും സാറാണല്ലോ വിളിക്കണേ. ഹലോ, സാറേ പറയും. ഇൻസ്പെക്ഷനാ? എപ്പോ? അല്ല പിന്നെ സാറേ, അല്ലേ അതെ, ഇവിടെ മൊത്തത്തിൽ അലങ്കോലായി കിടക്കാണ്. എല്ലാ ആകെ പ്രശ്നത്തിലാണ്. ഒരു കാര്യം ചെയ്യും സാറേ, ഒരാഴ്ചത്തേക്കൊന്ന് മാറ്റാൻ പറ്റുമോ? ഒറ്റ ആഴ്ചത്തേക്ക് ഞാൻ എല്ലാം. ഇവിടെ ഒരു ദിനേശ് എന്ന് പറഞ്ഞിട്ട് ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നില്ലേ, ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ലേ, അവനിവിടെ മൊത്തം അലമ്പാക്കിയിട്ട് പോയിരിക്കുക. സാർ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും സാറേ. നമുക്ക് ലൈസൻസ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ഒരാഴ്ചത്തേക്ക് പ്ലീസ്. ആണോ? എന്താ ചെയ്യാ ഭഗവാനെ. ഓക്കെ, ഇപ്പം വരുമോ? ഒരു രാവിലെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമായിരുന്നു. ഇതിപ്പം ഞാൻ ആരോട് വിളിച്ചു പറയും? ശരി ശരി ശരി. മൊത്തം കൊളായിട്ടുള്ളത് ഇതേ കാണുന്നില്ലേ? ശരി ശരി, ആയിക്കോട്ടെ, ശരി ശരി. ഭഗവാൻ, ഇതിപ്പോൾ ആരോട് പറയും ഞാൻ? ഇതെന്താ ശരിയാക്കണ്ടേ? ഇതെന്ത് ശരിയാവും? ആകെ സാറേ, ഞാൻ ഒന്നും ഒരേ തീരെ ആലുമുണ്ടാക്കുന്ന സമയത്ത് കൈനോട്ടക്കാരനെ കാലം കറങ്ങി പോ. നീ ഒറ്റൊരുത്തനാണ് കാരണക്കാരൻ ഇത് മൊത്തം അലമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു മിനിറ്റ്. ഡ്രൈവറോട് വണ്ടി എത്തിക്കിട്ട് വരാൻ പറഞ്ഞില്ല. നമസ്കാരം, ഞാനാണ് ഇവിടുത്തെ മാനേജർ പാർക്കിന്റെ, സുഗതൻ. നമുക്കൊരു ചായ ഒക്കെ കുടിച്ച് മെല്ലനെ കറങ്ങല്ലേ? തന്റെ ചായ ഒന്നും വേണ്ട, ഞങ്ങൾ ഇൻസ്പെക്ഷൻ വന്നത്. അതെ, ഞാൻ അല്ല, ഞാൻ അതായത് പിന്നെ ഇവിടൊക്കെ
ഇതൊക്കെ നല്ല എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കുഴപ്പമില്ല, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു പാർക്കാണ്. കണ്ടോ മാം, കണ്ടോ ആൾക്കാർക്കൊക്കെ മഴ നനയാതെ സുഖമായിട്ട് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു ടെന്റ് ഉണ്ടായിരുന്നു. മഴ നനയാതെ പണിയെടുത്തല്ലേ ബാക്കി പൈസ ഇയാൾ മുക്കി. ഇത് ഗ്ലാസ് ഇടേണ്ടല്ലേ? ഗ്ലാസ് താ മുക്കിയതല്ലേ? അല്ലല്ല, ഇതൊരു മോഡലാണ്, ഇപ്പോഴത്തെ പുതിയൊരു മോഡലാണ്. ഞാൻ അവിടെ സത്യം ഞാൻ ഒരു കാര്യം പണ്ട് എനിക്കറിയില്ല, ഒരു ഭ്രാന്തനാണെന്നാ പറയുന്നതെല്ലാം കാര്യമില്ലയോ? അതായത് ഈ ഗ്ലാസ് ഇല്ലാതെ ഇപ്പൊ മഴ നനയുന്ന ഒരു സ്റ്റൈൽ വന്നിട്ടുണ്ട്. ആ സ്റ്റൈല് നമ്മൾ കൊണ്ടുവരുവാണ് ഇപ്പൊ ഇവിടെ ഈ ഒരു പാർക്കിൽ കൊണ്ടുവരുന്നത്. ഇത് ഭയങ്കര ഒരുപാട് സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാർക്കൊക്കെ ഞാനൊരു നല്ല മാനേജറാണ്, അവാർഡ് മാനേജറാണ്. ഞാൻ നല്ലൊരു അവാർഡ് കിട്ടിയ മാനേജറാണ്, അങ്ങനെ പറയുന്നത്. അത് മനസ്സിലായി. സാർ വരൂ, നോട്ട് ചെയ്തോളാം. സൂപ്പറല്ലേ? നമുക്കിനി അവിടത്തേക്ക് പോവാം. ഇത് കുട്ടികളൊക്കെ കളിക്കുന്ന പാർക്ക്. ഇവിടെ നല്ല ഒരു പാർക്ക് നമ്മുടെ കേരളത്തിലില്ല എന്നുള്ളതാണ് ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ പറയുന്നത്. അത്രയും സൂപ്പർ ആയിട്ടുള്ള പാർക്ക്. ഒരു പ്രാന്തൻ എന്താ പറയാ, ഒരു എനിക്കറിയില്ല. രാവിലെ മുതൽ ഇവിടുന്ന് പാസും കയറുന്നുണ്ട്. മാം ഇത് കണ്ടു നോക്ക്, ഈ കമ്പിയൊക്കെ നോക്കൂ. എന്താ പവന്നറിയോ ചുമ്മാ ചുമ്മാ ചുമ്മാ. എടാ കുട്ടികൾക്കൊക്കെ നല്ല സേഫ്റ്റി ആയിട്ടാണോ ചെയ്തേക്കുന്നത്? സേഫ്റ്റി എന്ന് പറഞ്ഞാൽ 100% സേഫ്റ്റി ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒന്ന് നോക്കൂ പറഞ്ഞില്ലേ ഇല്ല ഒന്നുമില്ല. വരും വരും, നമുക്ക് ഇനി അടുത്ത് നോക്കാം. വരും ഒരു ചായ കുടിക്കാം. വരും പണ തരിക. എന്ത് സുന്ദരമായ പൂക്കൾ, ആഹാ അല്ലേ? നോക്കൂ, ചിത്രശലഭങ്ങളൊക്കെ വന്നിട്ട് മധു നുകരുന്ന കാണുന്നില്ലേ? ഇത്രയും നല്ലൊരു പാർക്ക് എവിടെയും കണ്ടിട്ടുണ്ടോ? എന്തിനാണോ രണ്ടെണ്ണം അവിടെ വെച്ചേക്കുന്നത്? അത് അവര് കൊടുത്തോട്ടെ, അവര് സന്തോഷമല്ലേ? എടോ അത് രണ്ടെണ്ണം എന്തിനാ അവിടെയാന്നാ ഞാൻ ചോദിച്ചു. രണ്ടെണ്ണം ഇവൻ ഇവിടെയും വന്ന അതിലൊന്നും ഇവിടുത്തെ പഴയ സ്റ്റാഫായിരുന്നു മാഡം. ഒന്ന് പോകാമായിരുന്നോ? ക്ഷമിക്കണം, അതെന്റെ തെറ്റല്ല. ഇവിടുന്ന് ഇവിടെ വരും ഒക്കെ. ബാക്കി ആ സരളൻ ചതിച്ച്. ആരുടെ സരളൻ? എന്റെ അച്ഛൻ. മാഡം അത്രയും നല്ലൊരു പാർക്കാണ് മാഡം. വരും അത്രയും ഒരുപാട് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ നമ്പർ 1 പാർക്കാണ്. നമ്പർ 1 പാർക്ക് കണ്ടില്ലേ? ഈ ഒരു അറ്റ്മോസ്ഫിയർ നോക്കൂ. ജനങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇനിയും ദിവസം വന്ന ഇതൊരു പുതിയൊരു മോഡൽ നമ്മൾ പ്രത്യേകിച്ച് ഉണ്ടാക്കിയതാണ് സാർ. അത് മാഡം പ്ലീസ്, ഇതൊരു പുതിയൊരു മോഡൽ അല്ല. ഇതെന്താ ഭഗവാനെ? ദിനേശ, ഓ എടാ മോനെ, ഇങ്ങനെ ഇൻസ്പെക്ഷൻ വന്ന മാഡം. അല്ല എടാ ഒന്ന് നോക്കടാ പ്ലീസ്. എനിക്ക് ഈ ഇലക്ട്രിക്കിന്റെ സംഭവം കഴിയില്ല, ഒന്ന് പറ. ഞാൻ ഇവിടുത്തെ സ്റ്റാഫ് അല്ലല്ലോ നിലവിൽ. എടാ നിന്റെ കാല് ഞാൻ പിടിക്കടാ. ഒരു കാലം പിടിക്കും, ഞാൻ സ്റ്റാഫ് അല്ലല്ലോ. ദിനേശ പ്ലീസ്. എടാ ഹലോ ദിനേശ, എടാ എന്നെ ഒറ്റക്കാക്കി പോകണ. ഇൻസ്പെക്ഷൻ മാഡം എടാ വാടാ. എടാ രക്ഷപ്പെടുന്ന പാർക്കിൽ മേലെ കിടക്കുന്നേ